മുൻപോട്ടുള്ള നമ്മുടെ ജീവിത യാത്രയിൽ ഒരു തടസ്സം നേരിട്ടു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നേരിട്ടു, അല്ലെങ്കിൽ ഒരു വിഷമഘട്ടം, അതല്ലെങ്കിൽ ഒരു ബിസിനസ്സിലൊരു പരാജയം, അതുമല്ലെങ്കിൽ ഒരു ചതി, അതുമല്ലെങ്കിൽ ഒരു ദുഃഖം, അതുമല്ല എങ്കിൽ ഒരു വേർപാട്. ഈ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നേരിടണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനോട് എങ്ങനെ നേരിടണം? ആത്മസംയമനം പാലിക്കണം. കാരണം പകച്ചു നിന്ന് പോകരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ. കാരണം ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുക പറയാൻ എളുപ്പമാണ്, പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമാണ്. ആ ഒരു സാഹചര്യം അത് എങ്ങനെ തന്നെ ആയാലും ആ സാഹചര്യത്തെ നമ്മൾ അംഗീകരിക്കുക. ഒരു തെറ്റിനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, ആ ഒരു സാഹചര്യത്തെ നമ്മൾ ആദ്യം മനസ്സുകൊണ്ട് മനസ്സിലാക്കുക, അതിനോട് പൊരുത്തപ്പെടുക. അത് മാറ്റപ്പെടാൻ പറ്റുന്നില്ല, അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചു പോയി എങ്കിൽ നമ്മൾ അവിടെ തകർന്നു പോയിട്ട് കാര്യമില്ല. പകരം ആ ഒരു സാഹചര്യത്തെ എങ്ങനെ അതിജീവിച്ച് മുൻപോട്ട് ബാക്കിയുള്ള ജീവിതം നമുക്ക് ജീവിച്ച് തീർക്കാൻ കഴിയുമെന്ന് കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല കഥകളിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുക. കാരണം സങ്കടപ്പെട്ടിരിക്കുകയല്ല, മുൻപോട്ട് ജീവിക്കുക. ഏതൊരു സാഹചര്യമായാലും നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ജീവിതത്തിൽ പലതരം ദുഃഖങ്ങളുണ്ടാവും, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് ശക്തരായി തീരുക നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇത് പല കഥകളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ബി പോസിറ്റീവ്.